കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് കാണുവാനായിട്ട് താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ വീഡിയോസ് കാണാം. ആർക്കെങ്കിലും മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ലിങ്ക് അയച്ച് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംപൊട്ടൻസി എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ചിട്ടാണ്. ഈ ഇംപൊട്ടൻസി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലും നമുക്കതിനെ വിശാലമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറയുകയാണെങ്കിൽ ഒരു പങ്കാളിയുടെ ലൈംഗിക ബലഹീനത, ആ ലൈംഗിക ബലഹീനത മുഖാന്തരം അവർക്ക് ഒരു നല്ലൊരു ലൈഫ് കൊണ്ടുപോകാനായിട്ട്, ഊഷ്മളമായ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായി പറ്റാതെ വരികയോ, ഈ ഒരു ഇഷ്യൂ മൂലം കുട്ടികൾ ഉണ്ടാവാതെ ഇരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഇംപൊട്ടൻസി എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കാളികൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും, ഡിവോഴ്സ് മേടിച്ച് എടുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. പക്ഷേ ഇതിൽ ചെറിയൊരു കേസ് വേറെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് ചില സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻസി ആണ് എന്ന് തെളിഞ്ഞാലും ഡിവോഴ്സ് കൊടുക്കണ്ട എന്ന് പറയുന്നൊരു വിധി ഉണ്ട്. ഇവരൊക്കെ പിന്നീട് സംസാരിക്കും. ഇപ്പം ജനറലി പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻസി പങ്കാളിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ടാണ് പറയണത്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ മുന്നോട്ട് കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉദ്ദേശം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടിലെ സ്വത്ത് അടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവരെന്ത് ചെയ്യുന്നു, ഒരു വിധത്തിലുള്ള ഇൻ്റർ കോഴ്സുകളും നടത്തുവാനായിട്ട് ഭർത്താവിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അങ്ങനെ അവർ ഒരു കൊല്ലത്തോളം ഈ ഒരു പരിപാടി പിന്തുടർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയുന്നു, അപ്പോൾ പുറമെ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്താ വിചാരിക്കുക, ഇവർ തമ്മിൽ ഒരു കൊല്ലമായിട്ട് ഇരുന്നിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല, കുട്ടികളുണ്ടാകുന്നില്ല. കുട്ടികളുണ്ടാകുക എന്ന് പറയുന്നത് ഇതിൻ്റെ വൺ ഓഫ് ദ റിസൾട്ടാണല്ലോ. കുട്ടികളുണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഭർത്താവിന് ശേഷി കുറവാണ്, അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാതെ, ആ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു എനിക്ക് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്, പക്ഷെ എന്നെ ചെയ്യാൻ സമ്മതിച്ചാൽ മാത്രമല്ലേ കുട്ടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ എന്താ പറയുക ടെലഗ്രാം വഴിയോ ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു സംഗതിയല്ല, എല്ലാം ഡയറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്തൊക്കെയും പറഞ്ഞു. അവസാനം കേസ് കോടതിയിലെത്തി. കോടതി ഇവർ പറയുന്ന മുഖങ്ങളെല്ലാം പരിശോധിച്ചു, മെഡിക്കൽ ബോർഡിനെ വയ്ക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ ഭാര്യ ഇതൊരു ഫോൾസ് അലിഗേഷൻസ് ആയിട്ട്, ഇയാൾക്കൊരു ഇമ്പോർട്ടൻസി ഉണ്ട് എന്നുള്ള തെറ്റായ ഒരു അലിഗേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നും, അങ്ങനെ കൊടുത്ത് ഡിവോഴ്സ് മേടിക്കുവാനായിട്ട് ശ്രമിച്ചതാണ് എന്നും കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വ്യാജമായ ഇമ്പോർട്ടൻസി ആരോപണം എന്ന് പറയുന്നത് ഒരു ക്രൂവാലിറ്റി ആണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് കൊടുക്കുകയും പിന്നെ പങ്കാളിക്ക്, ഭാര്യയ്ക്ക് മാസം 8000 രൂപ വെച്ചിട്ട് ചെലവിന് കൊടുക്കുവാനും കോടതി ഉത്തരവിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേസ് കുറച്ച് കോംപ്ലിക്കേഷനുള്ളൊരു കേസ് തന്നെയായിരുന്നു. പക്ഷേ അതിന് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ മാത്രമാണ് ഞാനിപ്പോൾ സംസാരിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരുപാട് അടരുകൾ കിടക്കുന്നുണ്ട്. പബ്ലിക്കായിട്ട് പറയുവാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസി ഉണ്ടെന്ന് ആരെങ്കിലും ആരോപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ബോർഡിനെ കണ്ട് ഇമ്പോർട്ടൻസി ഇല്ല എന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാകും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.